2 മണിക്കൂർ ക്യൂ നിന്ന് കേബിൾ കാറിൽ കയറി കേബിൾ കാറിൽ 25 മിനിറ്റ് യാത്ര ചെയ്ത് ഞങ്ങൾ അവസാനം ഹോങ്കോങ്ങിലെ ലെങ്കാവു ദ്വീപിലുള്ള എങ്കോങ് പിങ് വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു സാംസ്കാരിക വിനോദ സഞ്ചാര കേന്ദ്രമാണ്. പരമ്പരാഗതമായിട്ടുള്ള ചൈനീസ് വാസ്തുവിദ്യയിലാണ് ഇവിടുത്തെ ഈ ഗ്രാമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് വൈവിധ്യമാർന്ന കാഴ്ചകളും അനുഭവങ്ങളും ഈ ഗ്രാമം നൽകുന്നു. പരമ്പരാഗതമായ ചൈനീസ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും ബുദ്ധമത തത്വങ്ങൾ ആസ്പദമാക്കിയുള്ള മോഷൻ 360 പോലുള്ള ദൃശ്യവിരുന്നുകളും നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് കഴിയും. ഇവിടെ ഈ വില്ലേജിൽ 3 പ്രധാന ആകർഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു ബുദ്ധൻ്റെ ഒരു വെങ്കല പ്രതിമ. അതിപ്പോൾ നമുക്ക് കണ്ട വെങ്കല പ്രതിമയാണത്. നേരെ നോക്കിയപ്പോൾ കാണുന്നതാണ് ഒരു വെങ്കല പ്രതിമയാണ്. ഒരു വലിയ ജയൻറ്റ് ബുദ്ധ എന്ന് പറയാം. അത് ഒരാകർഷണമാണ്. രണ്ടാമത്തെ ആകർഷണം, ഇവിടുത്തെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അതിൻ്റെ പേര് പോലിൻ മൊണാസ്ട്രി എന്നാണ്. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആകർഷണം. അങ്ങോട്ടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നടന്നാൽ മാത്രമേ ഇവിടെ എത്താനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വിസ്ഡം പാത്താണ്. നേരത്തെ പറഞ്ഞ ഈ 3 ആകർഷണങ്ങളും അടുത്തടുത്തായിട്ടാണ്. ടിയാൻ ബുദ്ധയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് പോലിൻ മൊണാസ്ട്രി വരുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലോട്ട് കാട്ടിലൂടെ നടന്നിട്ട് വേണം നമുക്ക് വിസ്ഡം പാത്തിൽ എത്തിച്ചേരാനായിട്ട്. ഇവിടെയൊക്കെ നല്ല തറയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ടൈൽസൊക്കെ പാകിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ചെറിയതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. തണുപ്പാണ് ഇവിടുത്തെ അന്തരീക്ഷം. നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് ലെങ്കാവു ഐലൻഡ്. അതിൻ്റെ ഒരു മുകളിലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 2 ഭാഗത്തും ധാരാളം കടകളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റാളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോരോ സാധനങ്ങൾ ക്യൂരിയോസൊക്കെ വാങ്ങിക്കാനുള്ള കടകളുമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ലെങ്കാവു ഐലൻഡ്. ഇപ്പം ഞങ്ങൾ ടിയാൻ ബുദ്ധയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 34 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ തന്നെ വലിയ ബുദ്ധപ്രതിമകളിലൊന്നാണ് ഈ ബുദ്ധപ്രതിമ. ഇത് നിർമ്മിക്കാനായിട്ട് 250 ടണ്ണിലധികം വെങ്കലം ഉപയോഗിച്ചിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ മുകളിൽ ധ്യാനിച്ചിരിക്കുന്ന പോലെയാണ് ബുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ 268 പടികൾ കയറിയിട്ടാണ് ഇപ്പം മേളിലെത്തിയിരിക്കുന്നത്. മേളിൽ നിന്ന് നമുക്ക് പർവ്വതനിരകളുടെയും കടലിൻ്റെയൊക്കെ നല്ല ഒരു ദൃശ്യം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ താഴോട്ടിറങ്ങിയാണ്. ഇനി നേരെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് വിസ്ഡം പാത്തിലേക്കാണ്. അത് കാട്ടിൻ്റെ നടുവിലാണ് വിസ്ഡം പാത്ത് ഉള്ളത്. പക്ഷെ നല്ലൊരു പാത ഒരുക്കിയിട്ടുണ്ട്. ഈ പാതയിൽ കൂടെ നമുക്ക് നടന്ന് അവിടം വരെ എത്താനായിട്ട് കഴിയും. ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. 2 ഭാഗം കാടാണ്. പക്ഷേ കാടിൻ്റെ ഫീലിംഗ് കിട്ടത്തില്ല. നല്ല റോഡ് ഇവിടെ നടുക്കൂടെ പണിഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ ഉള്ള കാടാണോ എന്ന് അറിയത്തില്ല. വളരെ അപൂർവമായിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നടക്കാനൊക്കെയുള്ള മടി കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത്. ഇപ്പം ഞങ്ങൾ വിസ്ഡം പാത്തിലെത്തിക്കഴിഞ്ഞു. ഹൃദയസൂക്തം എന്ന പ്രശസ്തമായ ബുദ്ധമത പ്രാർത്ഥന കൊത്തിവെച്ച 38 ഭീമാകാരമായ മരത്തൂണുകളാണ് ഈ പാതയിലെ പ്രധാന ആകർഷണം. ഈ തൂണുകൾ അനന്തതയെ സൂചിപ്പിക്കുന്ന 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി കണക്ക് തോന്നും. 2005 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്തോ പണികൾ കിടക്കുന്ന കാരണം നമുക്ക് അകത്തോട്ട് കിടക്കാനായിട്ട് കഴിയത്തില്ല. അകത്തോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്.
എൻ്റെ മറ്റൊരു വ്യൂ കാണാനായിട്ട് ഈ വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തൂണുകളുടെ ഒരു വ്യൂ കിട്ടും. അങ്ങോട്ട് ഞാൻ വരികയാണ്. ഒരു വ്യൂ കിട്ടും. ആ വ്യൂ എടുത്തിട്ട് തിരിച്ചു പോയത് വിസ്ഡം പാത്ത് ക്ലോസ്ഡ് ആണ്. പോലിൻ മൊണാസ്ട്രി കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോലിൻ മൊണാസ്ട്രിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോലിൻ മൊണാസ്ട്രിയിലോട്ട് പോവുകയാണ്. 1906 3 സന്യാസിമാർ ചേർന്ന് സ്ഥാപിച്ചതാണ് ഈ മഠം. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന കേന്ദ്രമാണ് പോലിൻ മൊണാസ്ട്രി. ചൈനീസ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്ര സമുച്ചയം. വർണ്ണാഭമായ കൊത്തുപണികളും ബുദ്ധമത ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാൾ ഓഫ് 10,000 ബുദ്ധാസ് എന്ന വിഭാഗവും ഇവിടുത്തെ വലിയ ആകർഷണമാണ്. ലോകപ്രശസ്തമായ ബിഗ് ബുദ്ധ പ്രതിമ ഈ ക്ഷേത്രത്തിൻ്റെ അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ടിയാൻടാൻ ബുദ്ധ പ്രതിമ കാണാൻ കഴിയും. ഈ പല സ്ഥലത്തും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇതെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞു. എൻഗോങ് പിങ് വില്ലേജിൻ്റെ സന്ദർശനം കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. ഇനി ഇതേപോലെ 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് പോകാനായിട്ട്. അപ്പം ഹോങ്കോങ്ങിലെ ആദ്യത്തെ ദിവസം എൻഗോങ് പിങ് വില്ലേജ് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ക്യൂവിൻ്റെ വലിപ്പം കാരണമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റാതായത്. ക്യൂ ഏകദേശം 4 മണിക്കൂർ, തിരിച്ചു പോകാൻ 2 മണിക്കൂർ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 മണിക്കൂർ. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ 1 മണിക്കൂർ പോലും ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. 1 മണിക്കൂറിൽ അരമണിക്കൂർ പോലും ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതങ്ങനെ കഴിഞ്ഞില്ല, തിരക്കായതുകൊണ്ട്.